ഹലോ മലയാളീസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സിനി തോമസ്, നിങ്ങളുടെ സ്വന്തം പാവം മലയാളിയാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും തന്ന ആ വലിയ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയുകയാണ് കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു മങ്ങിയ കാലാവസ്ഥയാണ്. ആകെ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥ. സമയം 8:15 അങ്ങോട്ട് ഒരു പ്രഭാതത്തിൻ്റെ ഭംഗിയൊന്നും നമ്മളിലേക്ക് എത്തുന്നില്ല. ഈ ചാൻ ദേ രാവിലെ ജോലിക്ക് പോവുകയാണ്. ഞാനും കൊച്ചും കൂടി ഞങ്ങളുടെ മുറിയിൽ നിന്ന് ഇതിങ്ങനെ കണ്ണ് മറയുന്നിടം വരെ കണ്ടുകൊണ്ടേയിരിക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാഴ്ചയാണ്. പിന്നെ ഞങ്ങൾ അടുക്കളയിലാണ്. അടുക്കളയിലെന്ന് പറയാൻ കാര്യം, ഇച്ചായൻ പോയി കഴിഞ്ഞ് കൊച്ചിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചെങ്കിലും ഇന്ന് അവൾക്ക് നേരത്തെ ഉറങ്ങാൻ താല്പര്യമില്ല. അപ്പോൾ പിന്നെ എന്നാ ചെയ്യാനാ, ഉറങ്ങാത്ത കൊച്ചിനെ, അതായത് ഉണർന്നു കിടക്കുന്ന കൊച്ചിനെ മുറിയിൽ ഒറ്റയ്ക്കിട്ടിട്ട് അടുക്കളയിൽ നിൽക്കാൻ എനിക്ക് അത്ര ധൈര്യം പോരാ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റിസ്ക് ആണെങ്കിലും അടുക്കളയിൽ കൊച്ചിനെ കൊണ്ടുവന്ന് കിടത്തുന്നത്. എൻ്റെ അടുത്ത് എനിക്ക് ഒന്നില്ല കണ്ടുകൊണ്ടിരിക്കാമല്ലോ, അതുകൊണ്ടാണ്. അതായത് ഇവള് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമിഴ്ന്ന് വീഴും. അപ്പോൾ നീന്താൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നീന്താനുള്ള സൗകര്യം ഇവിടെ കുറവായതുകൊണ്ട് അവൾക്ക് നീന്താൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ കമിഴ്ന്ന് വീഴും. അപ്പം ഞാൻ വേറെ സ്ഥലത്താണെങ്കിൽ ഇപ്പോൾ കമിഴ്ന്ന് വീണിട്ട് എങ്ങാനും ശ്വാസം കിട്ടാതെ വല്ലതും പറ്റി എന്ത് ചെയ്യും? അങ്ങനത്തെ പേടിയൊക്കെ എനിക്കുണ്ട്. പിന്നെ മാത്രമല്ല, ഇവളിങ്ങനെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുണി എടുത്തിടും. അവളെ പുതപ്പിക്കുന്ന ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് അവൾ മുഖത്തിടും. അപ്പോൾ എനിക്കത് പേടിയായതുകൊണ്ടാണ് ഞാൻ അവളെ അടുക്കളയിൽ കൊണ്ടുവന്ന് കിടത്തുന്നത് കേട്ടോ. അത്ര സേഫ് അല്ല, എന്നാലും ഞാൻ അവളെ അടുക്കളയിൽ കൊണ്ട് കിടത്തുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ രാവിലെ ചോറൊക്കെ ഊറ്റിയിട്ട് നോക്കുമ്പോൾ എന്തേ അവൾ കാണിക്കുന്നുണ്ടോ? എന്തേ കാണിക്കുന്നത്? സ്നോ കാണിക്കല്ല, നിങ്ങനെ കുസുവിനെ കൊണ്ട് തോറ്റില്ല അമ്മ. കളിച്ചു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി അമ്മ തടസ്സപ്പെടുത്തില്ലേ, അപ്പോൾ അമ്മ ചെയ്യുന്ന ജോലി ഞാനും തടസ്സപ്പെടുത്തുമെന്ന് സ്നോ അങ്ങ് വാശി പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ എടുക്കാതെ നിവർത്തിയില്ല. പിന്നെ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കിടക്കട്ടെ, അമ്മ പാത്രമൊക്കെ കഴുകി വെക്കട്ടെ. കിടന്നേ. ഇപ്പം നിങ്ങൾ ഓർക്ക് സ്നോ ബേബി എന്ത് നല്ല കൊച്ചാണ്, അമ്മ പറയുന്ന കേട്ട് അടങ്ങി കിടക്കുവാണല്ലോ. ഇതുപോലത്തെ നല്ല കൊച്ചിനെ വേറെ എവിടെ കിട്ടും എന്നൊക്കെ. ആഹാ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഈ കൊച്ച് കുസൃതി കൊച്ച് തന്നെയാണ്. അവൾ ഇവിടെ കിടന്നിട്ട് ചിണുങ്ങുന്നുണ്ട്, കരയുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്നോയെ വിളിക്കും, സ്നോയുടെ ഇടയ്ക്ക് സംസാരിക്കും, സ്നോയെ കൊഞ്ചിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ മക്കളെ ഇവിടുത്തെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കണ്ടോ, ഇവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ എൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ വെക്കുന്നുണ്ട്. കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കുഞ്ഞിന് കളിക്കാൻ വേണ്ടിയിട്ട് പകൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കൈകൊട്ടി കാണിക്കുകയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാല് ചൂടാക്കുകയാണ്. ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ രാവിലെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനൊന്നും നമുക്ക് ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് പറ്റാറില്ല. ഇച്ചാൻ ജോലി ഇല്ലാത്ത ദിവസങ്ങളിലാണ് നമ്മൾ അതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ളത്. ഇപ്പോൾ ജസ്റ്റ് പാല് ചൂടാക്കിയിട്ട് കുറച്ച് ചോക്കോ സ്നാപ്സോ കോൺഫ്ലെക്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ പാല് ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ സ്നോ കുട്ടനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതെടുക്കാൻ പോയി. അപ്പോൾ ചോക്കോ സ്നാപ്സ് നോക്കിയപ്പോഴത്തേക്ക് അത് പൊട്ടിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ പൊട്ടിച്ചത് എന്തെങ്കിലും എടുക്കാമെന്ന് കരുതിയപ്പോഴത്തേക്ക് കോൺഫ്ലെക്സ് പൊട്ടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് കഴിക്കാൻ പോവാണ്. പൊട്ടിച്ച് തീർത്തിട്ട് പിന്നെ അടുത്ത് എടുത്ത് വെച്ചാൽ മതി. എല്ലാം കൂടി പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ടൊരു പഴം കൂടി ഇങ്ങനെ അരിഞ്ഞിടുകയാണ് കേട്ടോ. ആ പഴം അരിയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് പതുക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഞാൻ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ആലോചിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആലോചിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാനുള്ള കാര്യങ്ങളോ ഒക്കെ ഞാൻ ആലോചിക്കുന്നത് ഓരോ പണിയുടെ ഇടയ്ക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇച്ചിരി കോൺഫ്ലെക്സും ഇച്ചിരി ചൂട് പാലും ഇച്ചിരി പഴവും പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും നമ്മുടെ കൊച്ച് ചിണുങ്ങാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാൻ കൈ കഴുകിയിട്ട് അവളെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. Daddy finger, where are you? I'm here, how do you do? Daddy finger, what do you do? Play guitar, that's what I do. Mommy finger, where are you? Here I am, how do you do? Mommy finger, what do you do? Exercise, that's what I do. അല്ലേ, ഇനി നമ്മൾ കഴിച്ചോടെ? 2 സെക്കൻഡ് കൊണ്ട് വിശന്നിട്ട് വയ്യടി. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? ആ പഴഞ്ചൊല്ല് എൻ്റെ നിത്യജീവിതത്തിൽ ഞാനിങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരം ഈ പാട്ടിൻ്റെ ലിറിക്സ് ഒന്നും മനസ്സിൽ വന്നില്ല. എന്തൊക്കെയോ കുറേ വാക്കുകൾ ഓർമ്മ വന്ന് അതങ്ങ് പാടിയെന്നേ ഉള്ളൂ. പാടിയെന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്കറിയാലോ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചിരട്ട പാറപ്പുറത്ത് ഉരയ്ക്കുമ്പോഴുള്ള ശബ്ദമില്ല, അത് ഇതിലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ കരച്ചിൽ മാറ്റാൻ എനിക്ക് വേറെ നിവർത്തിയില്ല. നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും കാക്കയും പൂച്ച ആട്ടുംകുട്ടീനൊക്കെ കാണിച്ച് കൊണ്ട് നടക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഈ കൊച്ചിനെ കമ്പിളി ഉടുപ്പും എല്ലാം ഇടിപ്പിച്ചുകൊണ്ട് വേണ്ടേ പോകാൻ. അപ്പോൾ ഈ രാവിലെ അല്ലെങ്കിൽ എപ്പോഴും ഇതൊന്നും നടക്കത്തില്ലെന്നേ. ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് പുറത്ത്, എന്നാലും എപ്പോഴും കൊച്ചു കരയുമ്പം പുറത്തോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടുക്കളയിൽ നിന്നപ്പോഴത്തേക്ക് എനിക്ക് കാല് നോവുന്ന കണക്ക് തോന്നി. എങ്കിൽ പിന്നെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. മാത്രമല്ല ഭയങ്കര ആവി എടുക്കുന്ന കണക്ക് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ ആ കാർഡി അങ്ങ് ഊരി ഇവളെ ലിവിങ് റൂമിലോട്ട് കൊണ്ടുവന്ന് ഞാനും കുഞ്ഞും കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ ഇരുന്ന് ഞങ്ങൾ പതുക്കെ കഴിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ വീണ്ടും ആളുടെ കലാപരിപാടികൾ ആൾ തുടങ്ങിയിട്ടുണ്ട്. മുഖത്തോട്ട് തുണിയിടുക, അങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറിയിൽ പോയി ഞാനിങ്ങനെ സുഡോക്ക് കളിക്കുവാണേ. ഷുന്തുവിനെ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മ എപ്പോഴും സുഡോക്ക് കളിക്കുമായിരുന്നു. ഷുന്തുവിന് ഓർമ്മയുണ്ടോ? ഉണ്ടോ? സത്യായിട്ടു എങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരം ഒന്ന് പറഞ്ഞു തന്നേ. ഇതിൻ്റെ ഉത്തരമൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ. അമ്മ മറന്നുപോയി. അമ്മ എത്ര നാളായി സുഡോക്ക് കളിച്ചിട്ടെന്നറിയോ? ആ സത്യം. പിന്നെ ഉച്ചയൊക്കെ ആയ സമയത്താണ് ഷുന്തുമോളൊന്ന് ഉറങ്ങിയത്. അവൾ ഉറങ്ങിയ നേരം നോക്കി ഞാൻ ചോറിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തു. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പോയില്ല. പിന്നെ ഞാൻ ഇന്ന് 2:30 വരെ ഉള്ളായിരുന്നു ജോലി. അപ്പോൾ നേരത്തെ വന്നു. പിന്നെ ഞങ്ങൾ 4:45 ആയപ്പോൾ ടെസ്കോയ്ക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ അങ്ങോട്ട് നടന്നാണ് പോയത്. ഇങ്ങോട്ട് ഞങ്ങൾ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ടാക്സിക്ക് വന്നു. കണ്ടോ, 4:45 സന്ധ്യയായ ഒരു പ്രതീതിയാണ്. പിന്നെ ഞങ്ങൾ ബാക്കിയൊന്നും വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, എന്നാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാനൊരു പാവം മലയാളി.